കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി അച്ഛൻ്റെ പനിയെല്ലാം ചെക്ക് ചെയ്ത് കഞ്ഞി കുടിക്കാനായി കൊടുക്കുകയാ. ചിരിക്കാതെ ഇത് കുടിക്കാൻ നോക്കുന്ന നിധി പറയേ എന്താ ഇതെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. പേടിക്കണ്ട, വിഷമൊന്നും കലക്കിയിട്ടില്ല, ഇച്ചിരി കഞ്ഞിയാ എന്നവൾ പറയേ അച്ഛൻ അത് വാങ്ങി ആര് ചെയ്താലും നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കഞ്ഞി കുടിച്ചു നോക്കി. ഓ, ഉപ്പില്ല, ഒരു സ്വാദുമില്ലെന്ന് പറയുന്നുണ്ട്. സ്വാദിനല്ല, ആരോഗ്യത്തിനാ കുടിക്കെന്ന് പറഞ്ഞ് നിധി വഴക്ക് പറയുകയാ. 2 കുരുമുളകിട്ട് ക്വാർട്ടർ അടിച്ചാൽ തീരാവുന്ന കാര്യത്തിനാ ഇത്രയും ഗുളിക തീറ്റിക്കുന്നത്, അതിന്റെ കൂടെ ഇതും എന്നച്ഛൻ പറയേ. അതിങ്ങനെ എല്ലാ ദിവസവും കേട്ടുന്നോണ്ടാ ഇപ്പൊ അസുഖം വന്ന് കയറാൻ തുടങ്ങിയത് എന്ന് നിധി വീണ്ടും വഴക്ക് പറയേ. ശരി ഡോക്ടറെ എന്ന് അച്ഛൻ. കുടിക്ക് ഡോക്ടറെ എന്ന് നിധിയും. ഇതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ നോക്കിയിരിപ്പാ സുധീഷ്. ഹരീഷും നികേഷിനോടായി പറയുന്നുണ്ട് ഇങ്ങനെ ഡീൽ ചെയ്യാൻ ഏട്ടത്തിക്ക് പറ്റുമെന്ന്. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് പാത്രം നിധിയുടെ കയ്യിലേക്ക് തിരികെ കൊടുത്ത് പിന്നൊരു കാര്യം, ഇവർക്കാർക്കുമില്ലാത്ത എക്സ്ട്രാ കെയർ നിനക്കെന്തിനാ എന്നോട് എന്ന് ചോദിക്കേ. ഹരീഷും പറയുന്നുണ്ട് അങ്ങോട്ട് കയറാൻ വേണമെങ്കിലേ അത് ഇങ്ങോട്ടും കാണിച്ചിരിക്കണം. അത് പോയിന്റ് എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാ. ടെൻഷനോടെ ഇരിക്കണം സുധീഷിനെ ശ്രദ്ധിച്ച്. സുധീഷേട്ടാ എന്തോ അല്ലാതിരിക്കുന്നതെന്ന് നികേഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് സുധീഷും. ഏയ് അത് വെറുതെ എന്ന് ഹരീഷ് പറയേ. അതെ, ഫോണിൽ ഫുൾ ചാർജ് ഉണ്ടായിട്ടും എന്തിനാ ഇല്ലെന്ന് പറഞ്ഞത് എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അത് ഈ തോമസ് ഏട്ടനുമായി ചെറിയൊരു ഇഷ്യൂ അതാ എന്ന് സുധീഷ് കള്ളം പറയുമ്പോഴേക്കും ഞാൻ വിശ്വസിച്ചു. നീയോടാ എന്ന് ഹരീഷ് നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ നുണ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റോ? ഞാനും വിശ്വസിച്ചു എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഉള്ളത് പറഞ്ഞതാണെന്ന് സുധീഷും. അച്ഛൻ റേഡിയോയുമായി അവിടുന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എങ്ങോട്ടാ പോകുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഈ ഫാനിന്റെ കാറ്റ് എനിക്ക് പറ്റത്തില്ല മോളെ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നേരം ജോലി കഴിഞ്ഞ് അങ്ങോട്ടെത്തിയ സുഭാഷും ആ അച്ഛാ എങ്ങനെയുണ്ടിപ്പോ എന്ന് ചോദിക്കേ. നിധിയെ നോക്കി ഇവിടെ പനി ഓടിച്ചു വിടാൻ തയ്യാറായിരിക്കല്ലേ, പിന്നെ കുറയാതിരിക്കോ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും പോവാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛന് ഗുലാബ് ജാം വേണോ എന്ന് സുഭാഷ് ചോദിക്കുക. എനിക്കോ? ഈ വാ കഴിച്ചിരിക്കുന്ന സമയത്തോ? ഒന്ന് പോടാ, അവർക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ ഉമ്മറത്തേക്ക് പോവുകയാ. സുഭാഷ് നികേഷിന്റെ അരികിലേക്ക് ചെന്ന് ഗുലാബ് ജാമും എടുക്കുമ്പോഴേക്കും ഗുലാബ് ജാം എവിടുന്നാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ചാന്ദിനി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഓ ഓ ഓ ചാന്ദിനി ഗുലാബ് ജാമാ എന്നൊക്കെ പറഞ്ഞ് നികേഷും ഹരീഷും സുഭാഷ് ഏട്ടനെ കളിയാക്കുകയാ. സുഭാഷ് എല്ലാവർക്കും കൊടുക്കുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വന്ന് പാത്രത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഹരീഷിന്റെ അരികിലുള്ള കസേരയിലേക്ക് ഇരിക്കുകയാ. ഗുലാബ് ജാം കഴിച്ചുകൊണ്ട് ദിവസവും ചാന്ദിനിയുടെ വീട്ടിൽ പോയിട്ടാണോ വരവ് എന്ന് ഹരീഷ് കളിയാക്കി ചോദിക്കുന്നുണ്ട്. എടാ, അവള് സൈറ്റിൽ കൊണ്ടുവന്നതാ. തിരിച്ചു വരുമ്പോൾ സന്ധ്യ ആയതുകൊണ്ട് ഞാൻ അവളെ സൈക്കിളിൽ വീട്ടിൽ കൊണ്ടുവിട്ടു, അത്രേ ഉള്ളൂ എന്ന് സുഭാഷേട്ടൻ പറയുന്നവൾക്ക്. ഓഹോ, അത്രത്തോളം എത്തിയോ കാര്യങ്ങളെന്ന് സുധീഷും ചോദിക്കുക. അത് പിന്നെ അവളെ സേഫായിട്ട് എത്തിക്കണ്ടേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. പിന്നെ വേണം, സേഫ്റ്റി മുഖ്യം ബിഗിലേ എന്ന് ഹരീഷ് വീണ്ടും കളിയാക്കുമ്പോഴേക്കും സുഭാഷിന്റെ മൊബൈൽ റിങ് ചെയ്യുക. ചാന്ദിനിയാ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് മൊബൈൽ എടുത്ത് കോൺട്രാക്ടറാ എന്ന് പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ സാർ, നാളെ തുടങ്ങാം സാർ. ഒരു 100 ചാക്കൂടി മതിയാവും. ബസ് സാർ ടീക് ഹേ ഓക്കെ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ കോൾ വയ്ക്കുമ്പോഴേക്കും ബസ് സാർ ടീക് സാർ എന്നൊക്കെ ചിരിയോടെ പറഞ്ഞ് എല്ലാവരും കൂടി സുഭാഷ് ഏട്ടനെ ഇക്ലിയാക്കുകയാ. ചുമ്മാതിരിക്കടെന്ന് പറഞ്ഞ് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് സുഭാഷും അടുക്കളയിലേക്ക് ഓടുകയാ. പിന്നീട് രാത്രിയാവുമ്പോഴും ആകെ ടെൻഷനോടെ ഇരിക്കുന്ന സുധീഷിന്റെ മൊബൈലിലേക്ക് ഗായത്രി വിളിക്കുന്നുണ്ട്. സുധീഷ് ദേഷ്യത്തോടെ അവളുടെ കോൾ കട്ട് ചെയ്ത് എന്തിനാണാവോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് പിറുപിറുത്തിരിക്കുമ്പോഴാണ് പുറത്തൊരു വണ്ടിയുടെ ഹോണടി കേൾക്കുന്നത്. സുധീഷ് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ചെല്ലുമ്പോഴേക്കും 2 പയ്യന്മാർ ബൈക്കിൽ നിന്നിറങ്ങി വരുന്നുണ്ട്. ആരാ എന്ന് സുധീഷ് ചോദിക്കെ. ഓർമ്മയില്ലേ, ഗായത്രിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ കണ്ടത് ഓർമ്മയില്ലേ? ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സ് ആണെന്ന് ഒരുത്തും പറയുന്നുണ്ട്. ഓ, അതാണ് എവിടെയോ കണ്ടതുപോലെ തോന്നിയത്. അല്ല, എന്റെ വീട് എങ്ങനെയാ കണ്ടുപിടിച്ചതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ചോദിച്ചു വന്നു, ആവശ്യം ഞങ്ങളുടെ ആയി പോയില്ലേ എന്നൊരുവൻ പറയേ. ആവശ്യമോ? എന്താവശ്യമെന്ന് സുധീഷും. നിങ്ങൾ എന്താണ് ബ്രോ ഗായത്രിയോട് സംസാരിക്കാണ്ടിരിക്കുന്നത്? അവള് ശരിക്കും അപ്സെറ്റ് ആയിരിക്കുക എന്ന് ഗായത്രിയുടെ ഫ്രണ്ടും പറയുന്നുണ്ട്. അപ്സെറ്റോ? ഞാൻ സംസാരിക്കാതിരിക്കുന്നതിന് അവളെന്തിനാ അപ്സെറ്റ് ആവുന്നതെന്ന് സുധീഷും. എന്താ ബ്രോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഇത്രയും കാലം സംസാരിച്ച് പ്രേമിച്ച് നടന്നിട്ട് ഇപ്പൊ പ്ലേറ്റ് മാറ്റുവാണോ? അവളുടെ ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല, എന്ത് പരിപാടിയാ ഇത് എന്നവരും ചോദിക്കുന്നുണ്ട്. പിള്ളേരെ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കല്ലേ. ഞാൻ അവളെ പ്രേമിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ അവളുടെ ഓരോരോ തോന്നല. അതിന്റെ പുറകെ നിങ്ങളും ഇറങ്ങാൻ നിൽക്കല്ലേ എന്ന് സുധീഷ് പറഞ്ഞു തീരുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ട് എത്തുകയാ. എന്താ ബ്രോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഗായത്രിയുടെ ഫ്രണ്ട് ചോദിക്കേ. എങ്ങനെയെന്ന് സുധീഷ്. ഹരീഷും സുധീഷിനോടായി സുധീഷേട്ടാ ആരാ ഇവരൊക്കെ എന്ന് ചോദിക്കേ. എടാ, ആ ഗായത്രിയുടെ ഫ്രണ്ട്സാ ഇവരെന്ന് സുധീഷും പറയുന്നുണ്ട്. അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛനമ്മമാരെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരും. അവൾ അവരോട് സംസാരിക്കാനിരിക്കുക. അവളുടെ കരച്ചിൽ കാണാൻ പറ്റാത്തോണ്ടാ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ഗായത്രിയുടെ ഫ്രണ്ട് പറയുന്നവൾക്ക്. എടാ, അവൾ അനാവശ്യമായിട്ട് കരയുന്നതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്.
എന്താ ഒരു മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നത്? ലവ് ആണെന്ന് പറഞ്ഞിട്ട് ചീറ്റ് ചെയ്യാൻ പോവാണോ എന്നവളുടെ ഫ്രണ്ട് ചോദിക്കരുത്. ചെറുക്ക, ലവ് ആണെന്നൊന്നും ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് കേട്ടാ തോന്നും 1-2 വർഷം ഞാൻ അവളെ പ്രേമിച്ചിട്ട് തേച്ചു പോയതുപോലെയാണല്ലോ. എനിക്ക് തന്നെ ആകെ അവളെ 2 ആഴ്ചത്തെ പരിചയമേ ഉള്ളൂ. പിന്നെ ചുമ്മാ അവളോട് സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ എന്ന് സുധീഷ്. ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് അവരും ചോദിക്കുന്നുണ്ട്. ദേ, നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോവാൻ നോക്കിയേ. ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കരുതേ. ചെല്ല്, പോ എന്ന് പറഞ്ഞ് സുധീഷ് അവരെ പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവള് കരയാണ്. ബ്രോ, നിങ്ങളെ പെരുമാറ്റം അവളെ ലവ് ചെയ്യുന്ന പോലെയായിരുന്നു. കമ്മിറ്റ്മെന്റിന്റെ ഘട്ടം വന്നപ്പോ നിങ്ങൾ തലയൂരാൻ നോക്കുക. അത് ശരിയല്ലെന്ന് അവളുടെ ഫ്രണ്ടും വാദിക്കുന്നുണ്ട്. ചെറുക്ക, ഈ ലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ? അതെന്താന്ന് നിങ്ങൾക്കറിയോ എന്ന് സുധീഷ് ദേഷ്യത്തോടെ അവരോടായി ചോദിക്കുമ്പോഴേക്കും, സുധീഷ് ഏട്ടാ, പിള്ളേരാണ്, പോവാൻ പറയുന്നത് ഹരീഷും പറയുന്നു. അങ്ങനെ ചെറുതാക്കല്ലേ ബ്രോ. രാത്രി 12 മണിക്ക് മറ്റും സംസാരിക്കുന്നത് പിന്നെ എന്താന്നാ എന്നവളുടെ ഫ്രണ്ട്സ് ചോദിക്കേ. ഡാ, അവൾ ഒരു ചെറിയ കുട്ടിയാ. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തോ പറയുന്നു വെച്ച് നിങ്ങളും അങ്ങനെയാ? എന്തും കേട്ടങ്ങ് ഇറങ്ങി വരിക എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അവള് വളരെ സെൻസിറ്റീവാ, പ്ലീസ് അവളുടെ ഫോൺ എടുക്ക്. അവൾക്ക് നിങ്ങളെ മാത്രം മതി. നിങ്ങൾക്ക് അതിനുള്ള വെറുത്തില്ലെന്ന് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവണ്ടേ എന്നവളുടെ ഫ്രണ്ട് ചോദിക്കേ. വെറുത്തില്ലെന്നോ എന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. എടാ ഹരീഷേ എന്ന് വിളിക്കുന്നുണ്ട് സുധീഷ്. മര്യാദയ്ക്ക് അവളെ ഫോൺ വിളിച്ച് സംസാരിച്ചോ എന്നവർ ഭീഷണിയോടെ പറയേ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെല്ലേ, ഒന്ന് പോയേ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ചെല്ല്. എടാ പോടാ എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവളോട് സംസാരിക്കും ബ്രോ, അല്ലാതെ പറ്റില്ല അവളുടെ ഫ്രണ്ട്സും പറയുക. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയേ, ചെല്ല് എന്ന് സുധീഷ് പറയുമ്പോഴും ബ്രോ എന്ന് പറഞ്ഞ് അവർ വീണ്ടും വിളിക്കുക. എടാ നോക്കാന്ന് പറഞ്ഞില്ലേ, ചെല്ല് എന്ന് ഹരീഷ് പറയേ. അവർ വണ്ടിയിൽ കയറി പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൾക്ക് സങ്കടം വന്നെങ്കിൽ ഇവർക്ക് എന്താ പ്രശ്നമെന്ന്. അത് കേട്ട് ഹരീഷും, അതെ മനസ്സിലായില്ലേ, സുധീഷരൻ അവളുടെ ലവർ, ഇപ്പൊ വന്നവർ അവളുടെ ബെസ്റ്റീസ്. എടോ, ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ടാന്ന്. അപ്പോ ഏട്ടത്തിയെ പൊസസീവ് ആക്കാൻ പോയിട്ട് ഇപ്പോ തല കുടുങ്ങിയത് ആരുടെയാ എന്ന് ഹരീഷൻ ചോദിക്കുക. എടാ, ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്ത് ചെയ്യുമെന്ന് പറ എന്ന് സുധീഷും. എന്ത് ചെയ്യാൻ, ആ കുട്ടിയെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശദീകരിക്കേ എന്ന് ഹരീഷ് പറയേ. എടാ, അവൾക്കത് മനസ്സിലായില്ലെങ്കിലോ എന്ന് സുധീഷ്. അപ്പൊ അനുഭവിക്കേ, മനഃപൂർവ്വം പിടിച്ച വള്ളിയല്ലേ, വേറെ ആർക്കും വന്ന് ഊരിത്തരാൻ പറ്റുന്ന കേസല്ല, അതാണ് പ്രശ്നം. നേരിട്ട് കണ്ട് സംസാരിച്ചു നോക്ക്, നടന്നില്ലെങ്കിലേ അപ്പൊ വഴി നോക്കാം എന്ന് പറഞ്ഞ് ഹരീഷ് വീട്ടിലേക്ക് കയറി പോവുകയാ. അവളുടെ അച്ഛനും അമ്മയൊക്കെ വരുവാണെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പാ സുധീഷും. രാവിലെ ആവുമ്പോഴും സുധീഷിന്റെ മൊബൈലിലേക്ക് ഗായത്രി വിളിക്കുകയാ. ഹാളിലിരിക്കുന്ന സുധീഷും, ഇത് വല്ലാണ്ട് കുരുക്കായല്ലോ ദൈവമേ, ഫോൺ ഓൺ ചെയ്താൽ അപ്പൊ വിളി വരും. നിധിയുടെ പൊസസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇതിപ്പോ തലയിന്ന് പോവാതെയായല്ലോ എന്നൊക്കെ ചിന്തിച്ചവൻ ടെൻഷനോടെ ഇരിപ്പാ. അടുക്കളയിൽ സുഭാഷേട്ടനെ സഹായിക്കുന്ന നിധിയും, സുഭാഷേട്ടാ, ചാന്ദിനി എന്തു പറയുന്നു എന്ന് ചോദിക്കേ. എന്ത് പറയാനെന്ന് സുഭാഷും. അതെന്താ എന്ന് നിധി ചോദിക്കേ. അവള് ഹിന്ദി, ഞാൻ മലയാളം എന്നവൻ പറയേ. അപ്പൊ സംസാരിക്കാറില്ല എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്ന സുഭാഷേട്ടന്റെ മറുപടികൾക്ക് മനസ്സിലാവാറുണ്ടോ എന്ന് നിധിയും ചോദിക്കുക. രണ്ടുപേർക്കും ഇഷ്ടമാണെന്നുള്ള കാര്യം മനസ്സിലാവും, അതുപോലെ എന്ന് സുഭാഷേട്ടന് ഹിന്ദി സംസാരിക്കാൻ പഠിച്ചൂടെ എന്ന് നിധിയും ചോദിക്കുക. ഞാൻ കൂട്ടിയ കൂടില്ല മോളെ, എത്രയോ കാലമായിട്ട് ഹിന്ദിക്കാരുടെ കൂടെ ജോലി ചെയ്യാന്നറിയോ. അവര് മലയാളം പഠിച്ചു എന്നല്ലാതെ ഞാൻ ഹിന്ദി പഠിച്ചോ? ഇല്ലല്ലോ. അതുപോലെ ചാന്ദിനി മലയാളം പഠിച്ചോളുമെന്ന് സുഭാഷ് പറയുന്നു. അന്ന് ഹിന്ദി പഠിക്കാൻ സുഭാഷേട്ടനൊരു കാരണമില്ലായിരുന്നു, ഇന്ന് കാരണമുണ്ടല്ലോ, അതുകൊണ്ട് പഠിച്ചോളും. ഒരു ഭാഷ പഠിക്കുന്നത് അത്ര വലിയ കാര്യമല്ല എന്നവൾ പറയുന്നതുകൾക്ക് സുഭാഷും ഹിന്ദിയിൽ മറുപടി പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും, ആഹാ, അപ്പൊ പറഞ്ഞതുപോലെയല്ല, വലിയ പുരോഗമനമാണല്ലോ എന്ന് പറയേ. സുഭാഷ് അത് കേട്ട് ചിരിക്കുകയാ. അപ്പോഴാണ് അച്ഛനും പാട്ടും പാടി അടുക്കളയിലൂടെ പുറത്തേക്ക് പോകാനായി വരുന്നത്. നിധി അച്ഛന്റെ അരികിലേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കി. അച്ഛാ, പനി ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. 1 കിലോ ഗുളികയല്ലേ നീ എന്നെ തെറ്റിച്ചത്, പിന്നെ മാറാണ്ടിരിക്കുമോ എന്ന് അച്ഛൻ. ചൂടിത്തിരി കുറഞ്ഞു എന്ന് വെച്ച് വെള്ളമടിക്കാൻ നിൽക്കണ്ട, നന്നായി റെസ്റ്റ് എടുക്കണം എന്നവൾ പറയേ. ഓ ശരി എന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും, നന്നായിട്ട് ഉറങ്ങണം, ധാരാളം വെള്ളം കുടിക്കണം എന്നവൾ വീണ്ടും പറയേ. അല്ല, വെള്ളം അടിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്ന് അച്ഛനും ചോദിക്കുക. നിധി കടുപ്പിച്ചൊന്ന് നോക്കുമ്പോഴേക്കും, യു മീൻ ഡ്രിങ്കിങ് വാട്ടർ? ഓക്കെ എന്ന് പറഞ്ഞ് അച്ഛൻ വീണ്ടും പോവാൻ തുടങ്ങുകയാ. അച്ഛ, ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരു പാട്ട് പാടിയിരുന്നല്ലോ എന്നവൾ ചോദിക്കേ. എന്താ, പാടണോ എന്ന് അച്ഛനും ചിരിയോടെ ചോദിക്കുക. കേൾക്കട്ടെ എന്ന് നിധിയും. അച്ഛൻ ആ പാട്ട് പാടി അവളെ കേൾപ്പിക്കുമ്പോഴേക്കും, കൊള്ളാലോ, ഇതാരുടെ പാട്ടാ, ഭാസ്കരൻ മാഷിന്റെയാ എന്ന് നിധിയും ചോദിക്കുന്നു. പി ഭാസ്കരൻ മാഷിന്റെ അല്ല, കെ ഭാസ്കരന്റെ, അതായത് കിളിക്കൂട്ടിൽ ഭാസ്കരൻ വക സ്പെഷ്യൽ എന്നച്ഛൻ ചിരിയോടെ പറയുന്നവൾക്ക് നിധിയും ചിരിയോടെ, ആയ കാലത്ത് വളയം പിടിക്കാൻ പോയുണ്ടോ, പേനെടുത്തിരുന്നെങ്കിലേ ഒരു പാട്ടെഴുത്തുകാരനായേനെ എന്നവളും പറയുന്നു. വളയം പിടിച്ചതുകൊണ്ട് ഞാൻ നല്ലൊരു ലോറി ഡ്രൈവറായി, പേന എടുത്തിരുന്നെങ്കിലേ ഒരു തല്ലിപ്പൊളി പാട്ടെഴുത്തുകാരനായേനെ. സോ ഐ ആം എ സക്സസ്ഫുൾ മാൻ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും നിധി ചിരിയോടെ സുഭാഷേട്ടന്റെ അരികിലേക്ക് വന്ന്, ശരിക്കും നിങ്ങളുടെ അച്ഛനൊരു രസികനാ, എന്താ നിങ്ങൾക്കാർക്കും അത് മനസ്സിലാവാത്തെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഒരു കാലത്തും ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. മോളോട് സംസാരിക്കുമ്പോഴാ ഇങ്ങനൊരു ഫേസ് ആൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. ആരെയും അനുസരിക്കാത്ത അച്ഛൻ നിധിയെ അനുസരിക്കുന്നത് കാണുമ്പോൾ ആശ്ചര്യം തോന്നി എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴാണ് തോമസ് ഏട്ടൻ സുധീഷിനെ തിരിഞ്ഞ് തന്റെ ബൈക്കിൽ
കിളിക്കൂട്ടിലേക്ക് എത്തുന്നത്. മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങി സുധീഷേ സുധീഷ് എന്ന് വിളിച്ച് തോമസ് ഏട്ടൻ വീടിനകത്തേക്ക് കയറി ചെല്ലുകയാ. തോമസ് ഏട്ടനെ കണ്ട് സുധീഷും പരിഭ്രമത്തോടെ അയ്യോ തോമസ് ഏട്ടൻ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും എടാ സുധീഷേ എന്ന് വിളിക്കേ. എന്താ തോമസ് ഏട്ടാ എന്നവനും. ബഹളം കേട്ട് സുഭാഷ് നിധിയും അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്ത് പണിയായി കാണിക്കുന്നത്? നീ എന്തിനാ ഫോൺ ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കുന്നത് എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുന്നവൾക്ക് ഓഫോ എന്ന് സുധീഷും പരുങ്ങലോടെ ചോദിക്കുന്നുണ്ട്. എന്താ നിന്റെ ഫോൺ ഓഫ് ആണെന്ന് നിനക്കറിയില്ലേ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞവൻ മൊബൈൽ എടുത്ത് നോക്കി. അയ്യോ ശരിയാണല്ലോ ഫോൺ ഓഫാ, ഓൺ ആവുന്നില്ല, ചാർജ് ഇല്ലെന്ന് തോന്നുന്നു എന്ന് അവനും. എനിക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ, ചാർജ് ചെയ്ത് വെക്കണ്ടേ, അത്യാവശ്യത്തിന് ഓട്ടത്തിന് വിളിക്കാൻ ഞാൻ എന്ത് ചെയ്യും പിന്നെ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കും. അത് ചാർജ് പോയത് അറിഞ്ഞില്ലെന്ന് സുധീഷ്. എടാ കുറെ നേരം ഫോൺ വരാതിരുന്ന ഒന്ന് നോക്കിക്കൂടെ, ഞാൻ ഇന്നലെ രാത്രി മുതൽ വിളിക്കുന്നതാ, ഇന്ന് എത്ര ഓട്ടമുള്ളതാണെന്ന് നിനക്കറിയോ, നീ വണ്ടിയെടുത്ത് വീടിന്റെ മുറ്റത്തിട്ട് ഫോണും ഓഫാക്കി വെച്ചാൽ എനിക്ക് ബിസിനസ് ചെയ്യണ്ടേ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. തോമസ് ഏട്ടാ അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. വണ്ടിയിൽ ചാർജ് ഉണ്ടല്ലോ, എപ്പോഴും അതിൽ കുത്തിയിടുന്നതല്ലേ, പിന്നിങ്ങനെ ഓഫ് ആവുന്നെന്ന് തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനെ നിധിയൊന്ന് നോക്കി അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നവൻ പരുങ്ങലോടെ പറയുകയാ. ശരി ശരി നീ വേഗം പോയി റെഡി ആയിട്ട് വാ, ഓട്ടമുണ്ടെന്ന് തോമസ് ഏട്ടൻ പറയേ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേ ചാർജ് ഇല്ലാത്ത ഫോണും കൊണ്ട് എന്തിനാ പോകുന്നത്, ഫോൺ ചാർജിൽ കുത്തിയിട് എന്ന് തോമസ് ഏട്ടൻ പറയുമ്പോഴേക്കും സുധീഷും മൊബൈൽ ചാർജിലിടുന്നുണ്ട്. ഈശ്വര ആ നശിച്ചവളുടെ കോള് വരരുതേ എന്ന് ടെൻഷനോടെ മനസ്സിൽ പറഞ്ഞ് മൊബൈൽ ചാർജിലിട്ട് സുധീഷ് അവിടെ നിന്ന് പോകും. ഞാൻ ചായ എടുക്കട്ടെ എന്ന് നിധി തോമസ് ചേട്ടനോടായി ചോദിക്കുന്നുണ്ട്. വേണ്ട, എന്റെ കാപ്പി കൂടി കഴിഞ്ഞതാ, ഒരു കാര്യം ചെയ്യേ, അവൻ ഫ്രഷായി വന്നാലേ വേഗം ഓഫീസിലോട്ട് വരാൻ പറ, ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാ ശരിയെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷും സംശയത്തോടെ നിധിയോടായി ചോദിക്കുന്നുണ്ട്. സാധാരണ ഫോൺ ഓഫായാൽ അവൻ അറിയേണ്ടതാണല്ലോ. അത് കേൾക്കെ നിധിയും പറയുന്നുണ്ട്. ഇങ്ങനെ പകലും ഇങ്ങനെയായിരുന്നു, എന്താ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചാർജ് ഇല്ലാതെയാന്ന് പറഞ്ഞു. നികേഷ് നോക്കിയപ്പോ ഫുൾ ചാർജ് ഉണ്ട്, പക്ഷെ ഫ്ലൈറ്റ് മോഡിൽ വെച്ചിരിക്കുക എന്ന് നിധി പറയേ. ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുക. നികേഷ് പറഞ്ഞ പോലെ എന്തോ കുഴപ്പമുണ്ട് എന്ന് നിധി പറയുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുക. അവൾ അത് എടുത്തു നോക്കി. ഗായത്രിയുടെ കോളാ എന്ന് സുഭാഷ് ചേട്ടനോടായി പറയുന്നു. ഗായത്രിയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും കട്ടായി. 70 മിസ് കോൾ ഉണ്ടല്ലോ, ചാർജ് ഇല്ലെന്നല്ലേ പറഞ്ഞത്, 80% ചാർജ് ഉണ്ട്, ഈ കോൾ ഒഴിവാക്കാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു എന്ന് നിധി പറയുമ്പോഴേക്കും വീണ്ടും ഗായത്രിയുടെ കോൾ വരികയാണ്. അപ്പോഴാണ് ഫ്രഷായി വരുന്ന സുധീഷ് അതിൽ വരുന്നത്. എടാ ഒരു കോൾ ഉണ്ടല്ലോ എന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴേക്കും നിധി ആ മൊബൈൽ അവന് നൽകുന്നുണ്ട്. സുധീഷും മൊബൈൽ വാങ്ങി നോക്കി. ഇവളോ എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു നിൽക്കേ. എന്താടാ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സുധീഷും ചിരിയോടെ എന്ത് വെറുതെ വിളിക്കുന്നതാ, മിണ്ടാതിരിക്കാൻ പറ്റാത്തോണ്ടാവും, ഞാൻ സംസാരിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞ് സുധീഷ് മൊബൈലുമായി അവിടുന്ന് പോവുകയാണ്. സംശയത്തോടെ പരസ്പരം നോക്കി നിൽക്കുക സുഭാഷ് ഏട്ടനും നിധിയും. അവിടെ സുധീഷിനെ കാണാതെ ടെൻഷനോടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഗായത്രി. അപ്പോഴാണ് നിധി സ്കൂട്ടിയിൽ നികേഷിനെ അങ്ങോട്ട് വരുന്നത്. നികേഷ് സ്കൂട്ടിയിൽ നിന്നിറങ്ങി. ഓ അവൾ അവിടെയുണ്ട് എന്ന് ഗായത്രിയെ നോക്കി പറയുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ പലരും വരും, നമ്മളത് നോക്കേണ്ട കാര്യമില്ല, ബസ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണോ എന്ന് നിധി ചോദിക്കേ. വേണ്ട എഴുതി പോയെന്ന് നികേഷും. അപ്പോഴാണ് ഗായത്രി അങ്ങോട്ട് ഇറങ്ങി വന്ന് നിധിയോടായി അതെ സുധീഷ് വന്നില്ലേ എന്ന് ചോദിക്കുന്നത്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എന്താ വരാഞ്ഞേ എന്ന് ഗായത്രിയും ചോദിക്കുക. അറിയില്ല എന്ന് നിധിയും നികേഷും ഒരേ സ്വരത്തിൽ പറയുക. നികേഷിനോട് യാത്ര പറഞ്ഞ് നിധി പോകുമ്പോഴേക്കും ഗായത്രി നികേഷിനോടായി സുധീഷ് വരുവോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെങ്ങനെ അറിയാനാ, വിളിച്ച് ചോദിക്കാൻ പാടില്ലേ എന്ന് നികേഷും. വിളിച്ചിട്ടെടുക്കുന്നില്ലെന്ന് ഗായത്രി പറയേ. എന്താ ഉടക്കായോ എന്ന് നികേഷും ചോദിക്കുക. ഗായത്രി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഇന്നലെ ബർത്ത്ഡേക്ക് വന്നതല്ലേ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അതെ വന്നു, എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു, കുറച്ചു നേരെ നിന്നുള്ളൂ, പെട്ടെന്ന് പോയി, പിന്നെ ഞാൻ വിളിച്ചിട്ടെടുക്കുന്നുമില്ല എന്നവൾ പറയുന്നവൾക്ക് ബോയ് ഫ്രണ്ടോ, ഇങ്ങനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ എന്ന് മനസ്സിൽ പറയുന്നുണ്ട് നികേഷും. എനിക്കൊന്ന് കാണണമെന്നുണ്ട്, എന്താ ചെയ്യാ എന്ന് ഗായത്രി ടെൻഷനോടെ ചോദിക്കേ. അപ്പൊ ബോയ് ഫ്രണ്ടിനെ കാണണം, ബോയ് ഫ്രണ്ടിനെ മാരേജ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് നികേഷും ചോദിക്കുക. എന്റെ ആഗ്രഹം അതാ എന്നവൾ പറയുന്നവൾക്ക് ഗുഡ്, അപ്പൊ ബോയ് ഫ്രണ്ടിനെ കണ്ട് ഇപ്പൊ തന്നെ സംസാരിക്കണം അല്ലേ, എന്റെ കൂടെ വാ ഞാൻ കാണിച്ചു തരാം എന്നവൻ പറയുന്നവൾക്ക് എന്ന് ഗായത്രി. ബോയ് ഫ്രണ്ടിനെ കാണിച്ചു തന്നാ പോരെ, വാ എന്ന് പറഞ്ഞ് നികേഷ് വീണ്ടും വിളിക്കുന്നുണ്ടെങ്കിലും ഗായത്രി അവിടെ തന്നെ നിൽക്കണുണ്ട്. എന്താ വേണ്ടേ എന്ന് നികേഷും ചോദിക്കുന്നു. വേണമെന്ന് അവൾ പറയേ. എന്നാ വായെന്ന് വിളിച്ച് നികേഷ് അവളെയും കൊണ്ട് കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. ജോലിക്ക് പോവാൻ റെഡിയായി കഴിഞ്ഞും സുധീഷ് ഹാളിൽ തന്നെ ഇരിക്കണുണ്ട്. ജോലിക്ക് പോവാൻ ഇറങ്ങാൻ തുടങ്ങിയിരുന്ന സുഭാഷ് ഏട്ടനും എന്താടാ ഒരു ട്രിപ്പ് എടുക്കാൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് നീ എന്താ പോവാത്തെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, കസ്റ്റമർ ഇറങ്ങാറായിട്ടില്ല, പിക്കപ്പ് ചെയ്യാൻ ടൈം ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് സുധീഷ് പറയുന്നവൾക്ക്. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നു. എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് സുധീഷ് ചോദിക്കേ. അല്ല ഫോണും ഓഫ് ചെയ്ത് വല്ലാതിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാണെന്ന് സുഭാഷ് ഏട്ടനും. ഒന്നുമില്ല സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നവൾക്ക്. ഓ പിന്നെ അപ്പൊ തീർത്തു തരൂലേ
എന്ന് സുധീഷും മനസ്സിൽ പറയുന്നു. സുഭാഷ് ഏട്ടൻ പോവാൻ നോക്കിയേ, ചുമ്മാ ഒരുമാതിരി എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും കണ്ണാടിയിൽ നോക്കി റെഡിയാവുന്ന ഹരീഷിനോടായി നീ വർക്ക്ഷോപ്പിൽ പോകുന്നില്ലടാ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ആ പോവാൻ നിക്ക എന്ന് ഹരീഷ് പറയേ സുഭാഷ് ഏട്ടൻ അവിടെ നിറങ്ങുക. സുഭാഷ് ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും അച്ഛനും അവിടെ തന്റെ ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെക്കാനായി തുടങ്ങുകയാ. ആ സമയത്താണ് ഗായത്രിയും കൊണ്ട് നികേഷ് അങ്ങോട്ടെത്തുന്നത്. കിളിക്കൂടിന്റെ ഗേറ്റ് തള്ളി തുറന്നവൻ മനസ്സിൽ പറയുന്നുണ്ട്, ഇന്ന് കോളേജിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, ഇതിനൊരവസാനം കാണണം എന്ന് മനസ്സിൽ ചിന്തിച്ച് വായെന്ന് വിളിച്ച് ഗായത്രിയും കൊണ്ട് വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഉമ്മറത്ത് നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിരുന്ന സുഭാഷും ആ കാഴ്ച കാണുന്നത്. നികേഷ് ഒരു പെൺകുട്ടിയും കൊണ്ട് വരുന്നത് അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനും കൂട്ടിക്കൊണ്ട് വന്ന ഒരുത്തിയെ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് അച്ഛനും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ നികേഷും ഗായത്രിയോടായി പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ വീട്. സുഭാഷും അവനോടായി എന്താണ് നികേഷേ ഇത് ഏതാ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അകത്തേക്ക് വാ പറയാം എന്ന് സുഭാഷ് ഏട്ടനോടായി പറഞ്ഞു ഗായത്രിയും വിളിച്ച് അകത്തേക്ക് കയറി പോവുകയാ നികേഷ്. അവർ അകത്തേക്ക് കയറി പോകുന്ന കണ്ട് സംതിങ് റോങ് ആണല്ലോ എന്ന് അച്ഛനും പിറുപിറുക്കുന്നുണ്ട്. നികേഷ് ഹാളിലേക്ക് ചെന്ന് ചെയറിലിരിക്കായിരുന്ന സുധീഷിന്റെ മുന്നിൽ ചെന്ന് സുധീഷ് ഏട്ടൻ ആരാ വന്നേക്കുന്നേ നോക്കിയേ എന്ന് പറയുന്നുണ്ട്. ഗായത്രി അങ്ങോട്ട് വരുന്നത് കണ്ട് സുധീഷ് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. സർപ്രൈസ്, കുട്ടിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഉമ്മറവാതിൽക്കിലേക്ക് വന്ന് അച്ഛനും അവരെ ശ്രദ്ധിച്ച് നിൽപ്പുണ്ട്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് സുധീഷ് ഗായത്രിയോടായി ചോദിക്കേ. എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ എന്ന് ഗായത്രിയും. സുധീഷ് പരുങ്ങളോടെ എല്ലാവരെയും നോക്കുമ്പോഴേക്കും ഡാ ഇതിനെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എന്ന് ഹരീഷും നികേഷിനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷ് ഏട്ടനൊരു പണി വേണം, അമ്മാതിരി തെണ്ടിത്തരമല്ലേ കാണിച്ചേക്കുന്നേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഗായത്രി വീണ്ടും ദേഷ്യത്തോടെ പറയുക, എത്ര തവണ വിളിച്ചാലും എടുക്കില്ല, പിന്നെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു, ഞാൻ എന്താ ചെയ്യാ, എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ഗായത്രി ചോദിക്കേ. പറ എന്ന് നികേഷ്. സുധീഷും പതർച്ചയോടെ അത് പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നേ അതുകൊണ്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എല്ലാം കണ്ടു നിൽക്കായിരുന്ന സുഭാഷും എടാ ആരാ ഈ കുട്ടി എന്ന് ചോദിക്കേ. സുധീഷ് പതർച്ചയോട് നിൽക്കണണ്ട് നികേഷും പറയുന്നുണ്ട്, ബസ് സ്റ്റോപ്പിൽ ഡെയിലി സുധീഷ് ഏട്ടൻ ഒരു പെൺകുട്ടിയെ കാണാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി ഇതാണ് സുഭാഷ് ഏട്ടാ, ഗായത്രി, സുധീഷ് ഏട്ടന്റെ ഗായുമോൾ എന്ന് നികേഷ് പറയുന്നവൾക്ക് സുധീഷും തളർന്നു പോവുകയാ. ഗായത്രിയും സുഭാഷിനോടായി പറയുന്നുണ്ട്, എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ നിന്ന് പോന്നതിനു ശേഷം എന്നോട് ശരിക്കും മിണ്ടിയിട്ട് പോലുമില്ല, അതിനു മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്നവൾ സുധീഷിനോടായി ചോദിക്കേ. അങ്ങനെയൊന്നുമില്ല, വിളിച്ചപ്പോ ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് സുധീഷും. ബോയ് ഫ്രണ്ടിനെ പിന്നെ ഞാൻ ബ്രദർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണോ എന്നവൾ ചോദിക്കുന്നവൾക്ക്. ബോയ് ഫ്രണ്ടോ എന്ന് അച്ഛനും പിറുപിറുക്കുന്നു. പിന്നെ എന്തിനാ എന്നെ ലവ് ചെയ്തത് എന്ന ഗായത്രിയുടെ ചോദ്യം കേൾക്കെ. ലവോ എന്നൊരു ഞെട്ടലോടെ സുഭാഷ് ഏട്ടനും ചോദിക്കുക. അത് കണ്ട് നികേഷും സുഭാഷ് ഏട്ടാ ഷോക്കാവാറായിട്ടില്ല, ഇനിയും കേൾക്ക്, കുട്ടി പറ എന്ന് പറയേ സുധീഷ് അവനെ ദേഷ്യത്തോടെ നോക്കുക. ഗായത്രി വീണ്ടും പറയുന്നുണ്ട്, സുധീഷിനെ പോലുള്ള ഒരാളെ എന്തിനാ സ്നേഹിച്ചതെന്ന് ചോദിച്ച് അവരൊക്കെ എന്നെ കളിയാക്കി, പക്ഷേ ഞാൻ അവരോട് മുഴുവൻ തർക്കിക്കുകയായിരുന്നു, ഞാൻ സുധീഷിനെ അത്ര ആത്മാർത്ഥമായിട്ടാ ഇഷ്ടപ്പെട്ടത് എന്നവൾ പറയുന്നവൾക്ക്. എടാ എന്തൊക്കെയാടാ ഇത് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഇതൊരു കൊച്ചു പെണ്ണാണെന്നേ, എന്തൊക്കെയോ വെറുതെ വിളിച്ചു പറയുന്നതാ എന്ന് സുധീഷ് ഒരു പരുങ്ങളോടെ പറയുമ്പോഴേക്കും അങ്ങനെയൊന്നുമല്ല, എന്നോട് അത്രമാത്രം സംസാരിച്ചിട്ടാ ഞാൻ എന്ന് ഗായത്രി പറയുന്നവൾക്ക്. പരിഭ്രമത്തോടെ നിൽക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുധീഷ് വിവാഹിതനാണെന്ന കാര്യം സുഭാഷ് ഗായത്രിയെ അറിയിക്കുന്നതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിളിക്കൂടിന്ന് ഇറങ്ങിപ്പോകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.